കൊലോസ്യ ലേഖനം 1:28. കൊലോസിയൻസ് 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പണ്ട് കാലങ്ങളിൽ യോഗങ്ങൾ നടക്കുമ്പോൾ ദൈവമക്കളെ തികവുള്ളവരാക്കി തീർക്കുക, ആത്മാവിൽ തികവുള്ളവരാക്കി തീർക്കുക, ദൈവസന്നിധിയിൽ അവരെ തികവുള്ളവരായി നിർത്തുക എന്നുള്ള ഉദ്ദേശങ്ങളോട് കൂടെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ വചനം പ്രസംഗിക്കുകയും ജനങ്ങളെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ക്രമേണ അതല്പമായിട്ടൊന്ന് മാറി ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ കൺവെൻഷനുകളിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുകയും രോഗസൗഖ്യം പ്രാപിക്കുകയും പ്രയാസങ്ങൾ മാറുകയും അങ്ങനെ കൂട്ടം കൂട്ടമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ തിരുസഭയെ ഒരുക്കുന്നതായ ആ ഒരുക്ക ശുശ്രൂഷ എത്രമാത്രം പൂർണ്ണമായി നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവജനത്തിൽ കൂടെ ചിന്തിക്കുവാൻ കർത്താവിടയാക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയും നാം വായിക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ടെ. നമുക്കറിയാവുന്നതാണ്. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എല്ലാ ദൈവമക്കളും ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ആ ഒരു ഉദ്ദേശത്തിലാണ് മുൻകാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യോഗങ്ങളിൽ വചനം ശുശ്രൂഷിക്കുകയും ദൈവദാസന്മാർ ഓരോ ദൈവമക്കളെയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തണം, ആത്മീയമായി വളർത്തപ്പെടണം എന്നുള്ള ഭാരത്താൽ ദൈവജനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവജനം കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അതിൽ ആനന്ദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷത്തോടെ ഓരോ പ്രതികൂലങ്ങളെയും നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കാലക്രമേണ ജനങ്ങൾ ധാരാളമായി പെരുകി വന്നപ്പോൾ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ, അവർക്ക് ശാരീരികമായ ആശ്വാസങ്ങൾ നൽകുന്ന രീതിയിലുള്ള അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയുടെ ഒരുക്കം പൂർണ്ണമാകുന്നുവോ ഇല്ലയോ? എത്ര പേര് അവരുടെ ഒരുക്കം പൂർണ്ണമാക്കുന്നു? ഇവിടെ 5 വിധ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ച അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അതുപോലെ ഉപദേശിക്കുന്നവർ. ഈ 5 വിധ ശുശ്രൂഷക്കാരെ ദൈവം ഏൽപ്പിച്ചത് ക്രിസ്തുവിൻ്റെ തലയെ, അതാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ, സഭയിലുള്ള ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ പോലെ വളർച്ച പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളമായി തീരണം. ആ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പതിക്കുന്നുവോ എന്ന് രോഗശാന്തി നടക്കുന്ന നല്ല